ഞാൻ എന്തിന് കല്യാണം കഴിക്കണം? കല്യാണ വിവാഹം എന്ന് പറയുന്നത് അതൊരു അടിമത്തമല്ല. നിങ്ങൾ രണ്ടുപേരോടും കൂടി ആനന്ദിക്കാനും ആഹ്ലാദിക്കാനും സംതൃപ്തി അടയുവാനും പറയുന്നത്. പുരുഷനോട് മാത്രമല്ല, പെണ്ണിനോടും കൂടിയാ പറയുന്നത്. ഈക്വലായിട്ട് ആനന്ദവും ആഹ്ലാദവും സംതൃപ്തി നൽകുന്നത്. വളരെ ഈക്വലായിട്ടാണ് റെസ്പോൺസിബിലിറ്റീസ് കുടുംബത്തിൽ ആണിനും പെണ്ണിനും കൊടുത്തിട്ടുള്ളത്. അവിടെ ഒരാളെ അടിമയാക്കുന്നില്ല, ഒരാളെ ഉടമയുമാക്കുന്നില്ല. ആ മാതൃക കുടുംബത്തിൽ നമ്മൾ കാണിച്ചു കൊടുക്കുമ്പോ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ പലപ്പോഴും വിവാഹം വേണ്ട എന്ന് പറഞ്ഞിട്ട് ക്ലിനിക്കിൽ വരുമ്പോ അവർക്ക് പറഞ്ഞു കൊടുക്കാറ് ഇതാ. പെട്ടെന്ന് കേൾക്കുമ്പോ നല്ല സുഖം അല്ലേ? സോളോ ലൈഫ്, സിംഗിൾ ലൈഫ്, കല്യാണമില്ല, അധ്വാനിക്കുക, പൈസ ഉണ്ടാക്കുക, എന്റെ പൈസ കൊണ്ട് ഞാൻ അടിച്ചു പൊളിച്ച് നടക്കുക, വേൾഡ് ട്രിപ്പ് നടക്കുക, ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ല, ആർക്കും കൊടുക്കണ്ട. ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷനാ, പെട്ടെന്ന് കിട്ടുന്ന സുഖ. MDMA ഉപയോഗിക്കുമ്പോ എന്താ കിട്ടുന്നേ? LSD ഉപയോഗിക്കുമ്പോ എന്താ കിട്ടുന്നേ? കൂളും ഹോട്ട് ഉപയോഗിക്കുമ്പോ എന്താ കിട്ടുന്നേ? ഡ്രഗ്സ് ഉപയോഗിക്കുമ്പോ എന്താ കിട്ടുന്നേ? നോൺ സിന്തറ്റിക്കോ ആയിട്ടുള്ള ലഹരികൾ ശരീരത്തിൽ എത്തുമ്പോ, രക്തത്തിൽ എത്തുമ്പോ എന്താണ് സംഭവിക്കുന്നേ? ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷനാ, പെട്ടെന്ന് കിട്ടുന്ന സുഖ. ആ പെട്ടെന്ന് കിട്ടുന്ന സുഖം പെട്ടെന്ന് തന്നെ അവസാനിക്കുന്നത് സുഖം മാത്രമല്ല, നമ്മുടെ ജീവിതം കൂടിയാണ്. ഇഹലോകവും പരലോകവുമാണ് ഇല്ലാതെയാക്കുന്നത്. എല്ലാ ഡ്രഗ്സും നമുക്കറിയാം ന്യൂറോ ടോക്സിക് ആണ്. ഇപ്പൊ അവൈലബിൾ ആയ എല്ലാ സിന്തറ്റിക് ഡ്രഗ്സുകളും ന്യൂറോ ടോക്സിക്കാ. ഈ ന്യൂറോ ടോക്സിക് ഡ്രഗ്സുകൾ എന്താണോ ചെയ്യുന്നത് അതന്നെയാ ഇപ്പൊ കല്യാണം വേണ്ട എന്ന് പറഞ്ഞിരിക്കുമ്പോ കിട്ടുന്നത്. ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ ഉള്ളൂ, ഇപ്പത്തെ സുഖമുള്ളൂ. അതുകൊണ്ടൊരു നിയമം ഉണ്ടാക്കി അതിനെ ഒന്ന് കൺട്രോൾ ചെയ്ത് 1970 നടന്ന സാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നടന്ന പഠന റിപ്പോർട്ടാണ് പറയുന്നത്, ജീവിതത്തിന് നിയമം വേണം. ഹോസ്റ്റലിൽ നിന്ന് കുട്ടികളാണെങ്കിൽ റിലേറ്റ് ചെയ്യാൻ പറ്റും. ഹോസ്റ്റലിൽ നമുക്ക് ഏറ്റവും വെറുപ്പുള്ളത് ആരെയാ? ഹലോ, ഹോസ്റ്റലിൽ ഏറ്റവും ദേഷ്യം ആരെയാ നമുക്ക്? വാർഡൻ. എന്തൊക്കെ പറയാത്ര മടി അല്ലേ? ആണെന്ന് നമ്മളൊക്കെ ഹോസ്റ്റലിൽ നിന്നവരല്ലേ, അന്നും ഇന്നൊക്കെ അങ്ങനെ തന്നെ. ഹോസ്റ്റലിൽ നമുക്ക് ഏറ്റവും ദേഷ്യം ആരോടാ? വാർഡനോടാ. കാരണം എന്താണെന്നറിയോ? വാർഡന് സ്ട്രിക്റ്റ് റൂൾസും റെഗുലേഷൻസും ഫോളോ ചെയ്യും, നമ്മളെ കൊണ്ട് ഫോളോ ചെയ്യിപ്പിക്കും. വാർഡൻ ഇല്ലാത്ത ദിവസം അയ്യവാ, വാർഡൻ ഇല്ലെങ്കിൽ അറുമാദിക്കൂല നമ്മള് ഇല്ലേ? ഭയങ്കര രസാ. ഒരു ദിവസം രസാ, രണ്ടാമത്തെ ദിവസം രസാ, മൂന്നാമത്തെ ദിവസം ചിലപ്പോ രസം ഉണ്ടാവും, നാലാമത്തെ ദിവസം തുടങ്ങൂലേ അടിപിടി ഇല്ലേ? കയ്യൂക്കുള്ളവൻ കാര്യക്കാരനാവൂലേ? ഫുഡ് ചിലപ്പോ ഒരാൾക്ക് തോനെ കിട്ടും, ബാക്കിയുള്ളവർക്കൊന്നും ഒന്നും കിട്ടൂല, അടിയാവും, പ്രശ്നങ്ങളാവും. അതുകൊണ്ട് അവിടെ ഒരു വാർഡൻ ഉണ്ട്, അവിടെ ഒരു റൂൾ ഉണ്ട്. ആ റൂള് നമ്മൾ ഫോളോ ചെയ്യുന്നു.